കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ, വലിയ നോമ്പിൻ്റെ അനുഭവത്തിൽ കൂടി വിശ്വാസികളേവരും കടന്നു പോകുന്നു. ഇന്നത്തെ ചിന്ത എന്ന് പറയുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 13 മുതൽ 27 വരെ വാക്യം കൂടിയാണ് നാം കടന്നു പോകുന്നത്. ഇതിൽ യേശുക്രിസ്തു 3 പ്രധാന പാഠങ്ങൾ നമ്മളോട് പങ്കുവെക്കുന്നു. ഒന്ന്, ഇടുങ്ങിയ കവാടവും വിശാലമായ കവാടവും. കർത്താവായ യേശുക്രിസ്തു നമ്മോട് പറയുന്നു, ഇടുങ്ങിയ കവാടത്തിൽ കൂടി പ്രവേശിപ്പീൻ. വിശാലമായ കവാടവും വിശാലമായ വഴിയും നാശത്തിലേക്കാണ് നാം ഓരോരുത്തരെയും നയിക്കുന്നത്. എന്നാൽ ഈ വിശാലമായ കവാടം നോക്കിയാണ് ഏറെ പേരും പോകുന്നത്. എന്നാൽ ജീവൻ നേരെയുള്ള വഴി അത്യന്തം ഇളം വഴിയാണ്. അതിനെക്കുറിച്ച് കാണുവാൻ കഴിയുന്നത് ഈ വചനം നമ്മോട് ശരിയായ വഴിയെ തിരഞ്ഞെടുക്കുവാൻ പഠിപ്പിക്കുന്നു. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ അത് ദൈവത്തിന്റെ ചങ്ങലകളിൽ ഉറപ്പിക്കപ്പെട്ട ഒരു സമാധാനപരമായ യാത്രയാണ്. ഈ യാത്രയിൽ നാം കടന്നു പോകുമ്പോൾ നമുക്ക് വളരെയേറെ പ്രതിബന്ധങ്ങളും തടസ്സങ്ങളും ഒക്കെയും നേരിടാം. എന്നാൽ ആ തടസ്സങ്ങളെയൊക്കെ അതിജീവിക്കുവാൻ കഴിയുവാൻ തക്കവണ്ണം കർത്താവായ യേശുക്രിസ്തുവിൽ ഉറച്ചുള്ള വിശ്വാസവും നമ്മുടെ ജീവിതത്തിന്റെ വിശുദ്ധിയിൽ കൂടി പോകുമ്പോൾ എത്ര വലിയ തടസ്സങ്ങൾ നേരിട്ടാലും അതിനെയൊക്കെ നമുക്ക് അതിജീവിക്കുവാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യം, കള്ളപ്രവാചകന്മാരിൽ നിന്ന് ജാഗ്രതയുള്ളവരായിരിക്കാൻ നമ്മളെ യേശു മുന്നറിയിപ്പ് നൽകുന്നു. അവർ നീക്കിയാൽ താനേ അവരുടെ ഫലങ്ങൾ കൊണ്ട് നിങ്ങൾ അവരെ അറിയും. ദൈവത്തോടുള്ള സത്യസന്ധതയില്ലാത്തവർ നമ്മൾ ഓരോരുത്തരെയും വഴി തെറ്റിച്ചേക്കാം. അതിനാൽ നാം ജാഗ്രതയോടെ ജീവിക്കണം. ആരെ വിഴുങ്ങുന്നു, ആരെ വിഴുങ്ങണമെന്ന് അലറുന്ന സിംഹം പോലെ പിശാച് ഈ ഭൂമിയിൽ നാം ഓരോരുത്തരെയും പാപത്തിന്റെ അടിമത്തത്തിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം നമ്മൾക്ക് എപ്പോഴും ജാഗ്രതയുള്ളവരായിരിക്കാൻ തക്കവണ്ണം, ആ പാപത്തിന്റെ അടിമത്തത്തിലെങ്ങും വീഴാതിരിക്കുവാൻ തക്കവണ്ണം കർത്താവായ യേശുക്രിസ്തുവിൽ പൂർണ്ണമായിട്ട് നമ്മൾ ജീവിതത്തെ സമർപ്പിക്കണം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ദൃഢമായ അടിസ്ഥാനം. ആ ഒരു അടിസ്ഥാനത്തിൽ കൂടി മാത്രമേ നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതം ഏറെ അനുഗ്രഹിക്കപ്പെടുമെന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. യേശു ഒരു ഭവനത്തിന്റെ ഉപമ നൽകുന്നു. അറിവുള്ളവൻ തൻ്റെ വീട് പാറപ്പുറത്ത് പണിയുന്നു. വിശ്വാസം ദൈവത്തിൽ ആഴത്തിൽ നട്ടുവെച്ചാൽ ജീവിതത്തിലെ കാറ്റുകളും പോക്കുമാറുകളും അതിനെ തകർക്കുകയില്ല. ആയതിനാൽ വിശാലമായ വഴിയല്ല, സത്യം നിറഞ്ഞ വഴിയാണ് നാം ഓരോരുത്തരും തിരഞ്ഞെടുക്കേണ്ടത്. സത്യം നിറഞ്ഞ ഇടുങ്ങിയ വഴിയിൽ കൂടി നമുക്ക് പോകുമ്പോൾ പല പല തടസ്സങ്ങൾ ഉണ്ട് എങ്കിൽ പോലും നമ്മെ ദൈവരാജ്യത്തിലേക്ക് നയിക്കുന്നത് ദൈവവചനം കേട്ടുകൊണ്ട് മാത്രമല്ല, അത് അനുസരിച്ച് ജീവിക്കുവാൻ നമുക്ക് ഈ നോമ്പിന്റെ കാലയളവിൽ കൂടി നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ദൈവമായിട്ടുള്ള സമ്പർക്കം, ദൈവമായിട്ടുള്ള ആ ഒരു ഉടമ്പടി, പ്രാർത്ഥന എന്നിവയിൽ കൂടി നമുക്ക് ഓരോരുത്തർക്കും മുന്നോട്ട് പോകുവാൻ സാധിക്കണം. ഈ ഒരു നോമ്പ് നല്ലൊരു അനുഭവത്തിന്റെ വെളിച്ചത്തിലേക്ക് വരുവാൻ, നല്ലൊരു സാക്ഷ്യത്തിന്റെ അനുഭവത്തിലേക്ക് വരുവാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് ദൈവനാമത്തിൽ ഞാൻ ആശംസിക്കുന്നു. ഏവർക്കും നോമ്പിൻ്റെതായ ആ ഒരു വിശ്വാസം നിറഞ്ഞതായ ജീവിതത്തിൽ കൂടി പോകുവാൻ എല്ലാവർക്കും ഇടയായി തീരട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു.